പിള്ളേർക്ക് അറിയാം, നിനക്കേ ഉള്ള കഴിക്കാൻ അറിയാത്തത്. എന്താ ഇങ്ങനെ വെക്കുക, എന്നിട്ട് ഇങ്ങനെ ടേസ്റ്റ് ഉണ്ടോ? പക്ഷെ നമുക്ക് സ്പൂൺ എടുക്കാം. നമ്മളെ അമ്പലങ്ങളൊക്കെ പൊതുവെ കാണാത്തൊരു സാധനമാണ് പൊറോട്ടയാണ്. റായി പൊറോട്ട അല്ലേ? റായി പൊറോട്ട, ഓയിൽ പൊറോട്ട. ഓയിൽ പൊറോട്ട. ഓക്കെ, ഫിനിഷ്. ഓക്കെ, ഇവിടെ ഇല മടക്കുന്ന രീതിയുണ്ടോ? നീ എന്തോ മേളിൽ നിന്ന് ഫ്രണ്ടിലോട്ടാണ് മടക്കുന്നത്. അങ്ങനെയാണ് വേണ്ടത്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഫ്രണ്ടിലോട്ട് മടക്കുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തിരിച്ചു മടക്കുക, അങ്ങനല്ലേ? ഹലോ, ഞങ്ങൾ വീണ്ടും തമിഴ്നാട്ടിലോട്ട് പോയല്ലേ? എവിടെയാ? മണിച്ചേട്ടനെ കാണാൻ വേണ്ടി. അതെ അതെ, പിന്നെ ഞങ്ങൾ ഒരു പ്രാവശ്യം കൂടെ മണിച്ചേട്ടന്റെ വീട്ടിലോട്ട് പോവാണ്. അവിടെ എന്തോ അമ്പലത്തിൽ ഉത്സവം കാര്യങ്ങളാണ്, അടിപൊളിയാണെന്നാണ് പറഞ്ഞത്. കൊറേ കാര്യങ്ങളുണ്ട് അല്ലെ? എല്ലാം കണ്ട് തന്നെ മനസ്സിലാക്കിയാൽ മതി. ഞങ്ങൾ ഒന്നും പറഞ്ഞ ആ ഒരു ഇത് കളയുന്നില്ല അല്ലെ? അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടെ. മണിച്ചേട്ടനാരാന്നറിയോ? കഴിഞ്ഞ കുറച്ചു ദിവസം മുമ്പ് കുറെ വീഡിയോ ഇട്ടായിരുന്നു, ചോളപ്പാടത്തിന്റെയും സൂര്യകാന്തി പാടത്തിന്റെയൊക്കെ. അതൊരു നാട്ടുഗ്രാമമാണ്. ആ നാട്ടുഗ്രാമത്തിലെ ഒരു ഉത്സവമാണ്. അന്നേരം ആ ഉത്സവത്തിന് എന്തൊക്കെ സ്പെഷ്യാലിറ്റി ഉണ്ടെന്നാണ് പറയുന്നത്. നമ്മളെ നാടുമായിട്ട് കൊറേ ദിവസം കൊണ്ട് വിളിക്കുന്നത്, ചെല്ലുവോ ആൾക്ക് ഭയങ്കര ടെൻഷൻ, നമ്മള് ചെല്ലുവോ. എന്നിട്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മള് പോയ വീഡിയോസ് എല്ലാം എന്താ പറയുന്നത്, അവിടെ ഉള്ള ആൾക്കാരെല്ലാം കൊണ്ടാണെന്ന് കാണിച്ച് നമ്മളെ വിളിക്കുമ്പോൾ പറയുന്നത് കേട്ടോ. പക്ഷെ ഭയങ്കര അതിശയാണ് അല്ലേ? ഞങ്ങൾ ഈ ഒരു തമിഴ്നാട് ട്രിപ്പ് പോയിട്ട് ഞങ്ങൾക്ക് കിട്ടിയ ഭയങ്കര റെസറ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. അത്രയും നമ്മളോട് നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ആ വീഡിയോ വിശേഷമാണ്, അല്ല ആ സ്ഥലത്തിന്റെ വിശേഷമാണ് ഇന്നത്തെ ദിവസം ഈ ഒരു വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുന്ന ഷെയറിന് പോകാനൊന്നും മറക്കുകയും ചെയ്യരുത്. നമ്മളെ യാത്ര ഇപ്പൊ എങ്ങോട്ടാ അറിയോ? തൂത്തുക്കുടിയിലോട്ട്. രാവിലെ ഏകദേശം ഞങ്ങൾ ഒരു 6-6:30 ഇറങ്ങി. ഒരു 12 മണിക്ക് മുമ്പ് അവിടെ ചെല്ലാൻ കഴിയുമെന്ന് വിചാരിക്കുന്നത്. ഏകദേശം 160-190 കിലോമീറ്റർ അകത്തുണ്ട് കേട്ടോ. ഞങ്ങൾ പോകുന്ന വഴി ഇതൊക്കെയാണ്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? നല്ല. അല്ലെങ്കിലും പുനലൂർ ഈ ഒരു ഭാഗം ഭയങ്കര സൂപ്പർ അല്ലേ? എപ്പോ പോയാലും നമുക്ക് കണ്ണിന് നല്ല ഭംഗിയാ, പ്രത്യേകിച്ച് രാവിലെ സമയങ്ങളിലൊക്കെ പോണം അല്ലേ? നല്ല വൈബാ. അന്നേരം അടിപൊളിയാവും ഇന്നത്തെ നമ്മളെ യാത്ര. അതെ, എന്തായാലും ഒരുപാട് വീഡിയോസ് വെയിറ്റിംഗ് ആണല്ലേ? നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് അവിടെ വന്നോ. നമുക്ക് പനയൊക്കെ ഉണ്ട്, പനയൊക്കെ കയറി കരിക്കൊക്കെ വെട്ടാന്നാ പറഞ്ഞത്. അത് ചെറിയ പനയൊന്നും അല്ലല്ലേ? അവിടെ ആടിനെ കട്ട് ചെയ്യുന്നു. അവിടുത്തെ ആചാരം ആടിനെ മുറിച്ച് ബലി കൊടുത്തിട്ടാണ് അതിനെ നമ്മള് ആഹാരം എന്നുവെച്ചാ ആട്ടിൻകറിയും കൂട്ടി ചോറുണ്ടാം. ഞാൻ ചേട്ടനോട് സാപ്പാട് കിടക്കുവാ, അന്നാ ഞാൻ വരാന്ന് പറഞ്ഞായിരുന്നു കേട്ടോ. അങ്ങനെ എപ്പോ വിളിച്ചാലും സാപ്പാട് കിടക്കി നിങ്ങ വാങ്ങിയെന്ന് പറഞ്ഞേക്കുക. അങ്ങനെ അവൾ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. അടിപൊളി ആയിരിക്കും കേട്ടോ. അതിമനോഹരമായ കാഴ്ച. സത്യം പറഞ്ഞ തമിഴ്നാട്ടിലൊക്കെ വരുമ്പോഴത്തേക്കേ ഇതൊക്കെ ഒരു നല്ല കാഴ്ചയല്ലേ? അതെ അതെ, റെയിൽവേ കേട്ടിടക്കത്തില്ലേ? അയ്യോടാ, എല്ലാം ഒരേ ഓട്ടോ അല്ലേ? ഇവരൊക്കെ എത്രമാത്രം ആ ഒരൊറ്റ അപ്പച്ചനാട്ടോ മേയ്ക്കുന്നേ. ഗേറ്റ് തുറന്നു. പൊടി നോക്കിയേ, പൊടി നോക്കിയേ. എന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ? നമ്മളെ വീട്ടിൽ അവിടെ 3-4 ആട്, 3-4 ആട് പോലും കാണാനില്ല ഇപ്പൊ. അതിന് കഞ്ഞോളം കൊടുക്കാൻ തന്നെ എന്ത് പാടാ. ഇത്ര എല്ലാത്തിനും എങ്ങനെ മേയ്ക്കുന്നു? ഇവിടെ കഞ്ഞോളം ഒന്നും കൊടുക്കത്തില്ല, ഇതുപോലെ ഇങ്ങനെ അങ്ങ് വിടത്തേ ഉള്ളൂ. അപ്പൊ നമ്മള് മണിച്ചേട്ടന്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. കാറൊക്കെ നിർത്തി. ഇവിടെ നല്ല വെയിലാണ് കേട്ടോ, ഒട്ടും അൺസഹിക്കബിൾ ആയിട്ടുള്ള വെയിലാണ്. കേരളത്തിൽ നല്ല മഴയാണ്. കേരളത്തിൽ സത്യം ഇപ്പൊ നല്ല മഴ, ഇവിടെ ഭയങ്കര ചൂട്, ഭയങ്കര വെയില്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, നമ്മുടെ വീഡിയോസ് കണ്ടിന്യൂസ്ലി കാണുന്നവർക്ക് അറിയാം, മണിച്ചേട്ടൻ്റെ ഒരു സ്ഥലമാണ് ഇവിടെ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം ഈ ഒരു സ്ഥലത്ത് ഫുള്ള് കൃഷിയാണ് അല്ലേ? എന്തായിരുന്നു, ചോളം കൃഷി നടന്നുകൊണ്ടിരുന്ന സ്ഥലമാണ്. ഇപ്പം എല്ലാം മാറ്റിയിട്ട് ഇവർ ഉഴുതിട്ടിരിക്കുക കേട്ടോ. നമുക്ക് കുറച്ച് കഴിയുമ്പോൾ അങ്ങോട്ട് പോവാം, അവിടെ പോയി നോക്കാം അവിടുത്തെ അവസ്ഥ എന്താണെന്നൊക്കെ. അപ്പോൾ ഇപ്പം നമ്മൾ ഈ ഒരു ഇതിലാണ് നിൽക്കുന്നത്. ഇതൊന്ന് ഓപ്പൺ ആക്കിക്കേ. ഞാൻ ഈ തൊപ്പി വെക്കാമെന്ന് വിചാരിക്കുന്നു. ഇവിടെ നല്ല വെയിലാണ്, ഞാൻ പറഞ്ഞില്ല, അൺസഹിക്കബിൾ ആയിട്ടുള്ളൊരു വെയിലാണ്. നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പോൾ നമുക്ക് മണിച്ചേട്ടൻ്റെ വീടിൻ്റെ അകത്തോട്ട് പോവാം. ആക്ച്വലി ഇവിടെ വന്നപ്പോൾ നമ്മളെ കണ്ടായിരുന്നു, ജസ്റ്റ് വണ്ടി നിർത്തിയപ്പോൾ ആൾ നമ്മളെ കണ്ടു. പക്ഷെ ആൾക്ക് എന്തോ തിരക്കായിട്ട് പുറത്തോട്ട് പോയിരിക്കുക. നമുക്ക് എന്തായാലും അകത്ത് പോയി അമ്മേനെയൊക്കെ കാണാം. ബാ. ഇതാണ് വീട്. നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ള, നമ്മൾ ഇവിടെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുള്ളതാണ്. വാ,
വന്നിറങ്ങി ഞാൻ കറുത്ത് കുരഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നിരിക്കുവാണ്. രണ്ടുപേരെ കോലം കണ്ടു. നമ്മൾ ഏതാണ്ട് എത്ര 4.5 മണിക്കൂർ അല്ലേ, 4.5 മണിക്കൂറത്തെ യാത്ര ഉണ്ട്. നമ്മുടെ വീട്ടിൽ നിന്ന് 4.5 മണിക്കൂറത്തെ യാത്ര കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫൈനലി ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്യുവാണ്. നമുക്ക് വെള്ളമൊക്കെ ഇപ്പം തരും. വരും. ഞാൻ പറഞ്ഞില്ലേ നമ്മൾ വരും കഴിക്കാൻ തരുമെന്ന്. ദേ കിട്ടി. ഇത് നമ്മുടെ നാട്ടിൽ നമ്മൾ അൽബൂരി എന്നാണ് പറയുന്നത്. ഇവർ അൽഡ്രസും അങ്ങനെ എന്തോ ഒരു പേരാണ് കേട്ടോ. പക്ഷെ നല്ല സാധനമാണ്, കൊള്ളാം. അല്ല, പലയിടത്തും പല പേരിൽ അറിയപ്പെടുന്ന, കേരളത്തിൽ തന്നെ പല പേരിൽ അറിയപ്പെടുന്ന സാധനമായിരിക്കും അത്. ഇവിടെ അൽഡ്രസ് എന്ന് പറയും, നമ്മുടെ കേരളത്തിൽ ഞങ്ങൾ അൽബൂരി എന്ന് പറയും. പക്ഷെ നല്ല ടേസ്റ്റുള്ള സാധനമാണ്. ഇപ്പൊ ജ്യൂസും വരും. അതെ, എനിഷേ ഒന്നെടുത്ത് പൊക്കെ ഒന്ന് വെയിറ്റ് ഉണ്ടോ നോക്ക്. പോന്ന് അയ്യോ തോക്ക്. ഓ ഓ ഓ അയ്യോ അമ്പോ. ഇനിഷ ഒന്ന് എടുത്തേ, അവനെ കൂടെ എടുത്തോ. നമ്മളിവിടെ വന്നപ്പോഴത്തേക്ക് ഇത് ഫുള്ള് പനങ്കരിക്കാട്ടോ ഇരിക്കുന്ന, അതെല്ലാം പനങ്കരിക്കാണ്. ഇവിടെ ഗസ്റ്റ് ഉണ്ട്, അന്നേരം അവർക്ക് കൊടുക്കാൻ ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണ്. വെയിറ്റ് ഉണ്ടോ? നല്ല വെയിറ്റ് ഉണ്ടല്ലേ? നമ്മൾ കട്ട് ചെയ്താലോ? കട്ട് ചെയ്യാം. പിന്നെ കരിക്കുക, ഇത് ഫുള്ള് കരിക്കുക കേട്ടോ, പനങ്കരിക്കാണ്. ഇത് നിലവിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ തെങ്ങെന്ന് പറയുന്നത് പനം മരത്തിൽ നിന്ന് കട്ട് ചെയ്ത് നേരെ ഡയറക്റ്റ് തറയിവനെയാണ്. അത് അങ്ങനെ ചിതറിപ്പോയതാണ്, പൊട്ടിപ്പോയതാണ്. താങ്ക് യു. പറ്റുന്നുണ്ട്. നമ്മൾ റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ കൊണ്ട് വിൽക്കുന്നതല്ലേ കണ്ടിട്ടുള്ളൂ. ഇതാ ഇവിടെ ഡയറക്റ്റ് നമ്മൾ ഫുള്ള് പനങ്കരി. ആദ്യമായിട്ടല്ലേ വിനീഷ കാണുന്നേ? ഒയ്യോ, പിള്ളേരെല്ലാം പറക്കിക്കൊണ്ട് പോവാ. അമ്പോ, ഇത് അതിന് വെട്ടിയിട്ടപ്പം പൊട്ടി ചിതറിപ്പോയാണ്, ഡാമേജ് ആണ്. അമ്മ വന്ന് എന്തൊക്കെയോ പറയും, ചേട്ടനെ വഴക്ക് പറയും കേട്ടോ. എങ്ങനെ കഴിക്കുന്നേ? ഒരേ കണക്ക് ചോദിച്ചു, എങ്ങനെയാ കഴിക്കുന്നേ? കാണിച്ചേ. എങ്ങനെ പിടിക്കുന്നേ? ഇങ്ങനെ വെക്കുക, എന്നിട്ട് ഇങ്ങനെ. ടേസ്റ്റ് ഉണ്ടോ? പക്ഷെ നമുക്ക് സ്പൂൺ എടുക്കാം. പണ്ടേ ഞങ്ങളെ വീട്ടില് ഇത് മേടിച്ചോണ്ട് വന്ന് നമ്മള് തേങ്ങയുടെ അകത്ത് ഇരിക്കുന്ന എങ്ങനെ അങ്ങനെ ആയിരിക്കും എന്ന് വിചാരിച്ച് കട്ട് ചെയ്ത് ലാസ്റ്റ് മൊത്തം കട്ട് ചെയ്ത് ഞങ്ങളത്. തമിഴ്നാട്ടിൽ വന്നാൽ നമുക്ക് ഇങ്ങനെ കുറെ കാര്യങ്ങൾ കാണാൻ പറ്റൂലേ. നമ്മളവിടെ പരിചയമുള്ള സംഭവം അല്ല. പിന്നെ പാലക്കാട് പോയി കാണൂല്ലേ? പാലക്കാട് നമ്മളെ കൊല്ലത്തൊന്നും ഇങ്ങനെയുള്ളതൊന്നുമില്ല, പനിയൊന്നും ഇല്ലല്ലേ. ചെറിയ സ്പൂൺ. ആഹാ,
അപ്പടാ എങ്ങനെയുണ്ട് കഴിച്ചിട്ട്? പിള്ളേർക്ക് അറിയാം, നിനക്കേ ഉള്ളു കഴിക്കാൻ അറിയാത്തത്. എന്താ ഈ അവിടെ നിന്ന് ഇങ്ങോട്ട് മാറിക്കാം ചേട്ടാ. ഓക്കെ. ഇല്ല, നിക്ക് ഡ്രസ്സിലൊക്കെ ആക്കാതെ. ആക്രമിക്കുകയാണ്. സരവടി നിറച്ച് പട്ടാസ് നിറച്ചിവിടെ കൊണ്ട് തന്നതാ. എന്റെ തമ്പിയില്ല, ഈ തമ്പി കൊണ്ടുവന്നു, പയ്യൻ കൊണ്ടുവന്നേ. ഓഹോ, ഇതൊക്കെ പൊട്ടിത്തെറിക്കൂലേ അപ്പം? ബോംബോ? ഇതന്നെ നമ്മള് പൂത്തിരിയായിട്ട് ഇങ്ങനെ. ഇത് വെളിയിൽ വെച്ച തണുത്തു പോകത്തില്ല. പോമാട്ടെ. ഇതെന്നെ പട്ടാസ്? ഫ്ലവർ. ഓ, this one. Yeah, your picture is smooth. ഓ, ഇത് മനസ്സിലായില്ലേ? എന്താ മറ്റേടെ പൊട്ടിച്ചിട്ട് എടുത്ത് എറിയുന്നേ. ഓ, അങ്ങനെ. ഓക്കെ. This is കുരുവി വെടി. എന്നാ? കുരുവി വെടി. ഓ, അതിന്റെ പേരൊക്കെ കേട്ടോ. നമ്മളെ കേരളത്തിലൊക്കെ ഈ ദീപാവലി അല്ല, വിഷുവിന് അങ്ങനെ സാധനം പടക്കം പൊട്ടിക്കുന്നില്ലേ? പക്ഷെ ഇവിടെ എല്ലാ വിശേഷനും ഉണ്ടോ? ശംഖുചക്രം. ഓ, ഓക്കെ. ആ, സരവടി. നൈറ്റ് സെയിലാ? നൈറ്റ് സെയിൽ. ഇതെന്നാ റേറ്റ്? ഇത് 160 രൂപ. 160. ആഹാ, നല്ല വില. 160 രൂപ ഉള്ളു കേട്ടോ ഈ കാണുന്ന പടക്കത്തിന്. സെയിൽ പ്രൈസ് 160. ഓ, 1000. 1000. ഇതിനകത്ത് 1000 പടക്കം ഉണ്ടെന്നാ പറയുന്നത്. 160 രൂപ മാത്രമേ ഉള്ളൂ. ഇതെങ്ങനെ കിടക്കും? കട നടത്തുക. ഓ, ഓക്കെ. ஓகே, கண்டிப்பா வரும். தீபாவளிக்கு வாங்க. தீபாவளிக்கு 2 months முன்னாடி வந்துருங்க. லாக் எடுக்கலாம். ஃபுல்லா சாப்பாடு கிடைக்குமா? சாப்பாடு தீபாவளி மீன்ஸ் one big ഓക്കെ. ഈ ചേട്ടനെ ഇവിടെ കടയുണ്ട്, സെയിലുണ്ട്. അന്നേരം നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട് ചേട്ടൻ്റെ കോൺടാക്ട് നമ്പർ വെക്കാം കേട്ടോ. ഒന്ന് പടക്കത്തിന് ആഹാ, ഓരോന്നും കൊണ്ടുവരും കേട്ടോ. നൈറ്റ് നമ്മള് പൂരപ്പറമ്പാക്കും ഇവിടെ. ഇത് നമുക്ക് അറിയാവുന്ന സാധനം, നമ്മൾ കത്തിച്ചിട്ട് എറിയും. പിള്ളേരുടെ സന്തോഷമാണ് പടക്കം പൊട്ടിയത്. ഇവരെ റിലേറ്റീവ്സ് അല്ല, ഇവിടുത്തെ അമ്മയുടെ ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് ഒക്കെ വന്നിരിക്കുന്നത്. അവർക്ക് നൊങ്ങ് വെട്ടി കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്.
ആന്റി ആ ഓക്കെ അങ്കിൾ ഓ അങ്കിൾ ബനാന ചിപ്സ് ആ ആ மணியங்கள் சீக்கிரமா சின்ன கிஃப்ட் இருந்தியே கிஃப்ட் கிஃப்ட் गिफ्ट मींस गिफ्ट ಇಲ್ಲ പിന്നെ ഇവിടെ ഇവരുടെ റിലേറ്റീവ്സ് ഒക്കെ വരുമ്പോഴത്തേക്ക് അവർ ഇങ്ങനെ കട്ട് ചെയ്ത് അവർക്ക് കൊടുക്കും കേട്ടോ. ഇവിടെ കൂടെ കുഞ്ഞുങ്ങളൊക്കെ ഇരുന്ന് കഴിക്കുന്നുണ്ടോ? സന്തോഷമുള്ള കാര്യമില്ലേ? നമ്മളെ നാട്ടിൽ വന്നാൽ നാളികേര അല്ലെങ്കിൽ കരിക്ക് വെട്ടി കൊടുക്കും. എന്താ 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 നമ്മളാണെങ്കിലും കരിക്ക് വെട്ടി കൊടുക്കും. അതാണ് പനം കരിക്ക് കൊടുക്കും. ഇവിടെ സുലഭമായിട്ട് കിട്ടുന്നതാണ്. തെങ്ങ് കുറവാണ് ഇവിടെ. ഓരോ അമ്മ ഇരിക്കുന്നുണ്ടോ? അത് ഈ അമ്മയുടെ അനിയത്തിയാണ്. സിസ്റ്റർ ഓക്കെ. ആ വരുന്ന അന്ന് കഴിഞ്ഞ ട്രിപ്പ് വേണ്ട കോഴിക്കുഞ്ഞുങ്ങളാണ് കേട്ടോ. അതിപ്പോ വലുതായി. ചെറുതായിരുന്നു കുഞ്ഞത്. అది కూడా కొంచెం స్ట్రాంగ్ ఉంటుంది. சேந்தாப்புல வச்சிடலாம். எல்லாமே இடம் பொரியல் யார் வச்சிருக்கா? தம்பி ராவா നമ്മുടെ നാട്ടിലെ പപ്പടമല്ലേ ഇത്? വെറൈറ്റി പപ്പടമാണ് കേട്ടോ. എല്ലാരും അറിയാല്ലേ? ನಾವು ಸೆಪ್ಟೆಂಬರ್ ಸಾಂಬಾರು സാമ്പാർ ഫിനിഷ്. ഓക്കെ. ഇവിടെ ഇല മടക്കുന്ന രീതി ഉണ്ടോ? നീ എന്തോ മേളിൽ നിന്ന് ഫ്രണ്ടിലോട്ടാണ് മടക്കുന്നത്. അങ്ങനെയാണ് വേണ്ടത്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഫ്രണ്ടിലോട്ട് മടക്കുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തിരിച്ചു മടക്കുക. അങ്ങനല്ലേ? നമ്മളെ അടുത്ത അമ്പലങ്ങളും ഇവിടുത്തെ അമ്പലങ്ങളുടെ വ്യത്യാസം കണ്ടോ? എന്താ, നമുക്കിവിടെ അമ്പലങ്ങളിലെല്ലാം കയറാൻ പറ്റും. ചെറിയ അമ്പലങ്ങളാണ് ഇവിടുത്തെ. പാട്ടാണ്, കോപ്പിറൈറ്റ് വരും. നമ്മുടെ നാട്ടിലെ ക്ഷേത്രം പോലെ അല്ല കേട്ടോ ഇവിടുത്തെ. ഇവിടേക്കെന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു വീട് പോലെ ആയിരിക്കും അമ്പലങ്ങളുള്ളത്. അകത്ത് കയറി കഴിഞ്ഞാൽ നമുക്കിത് ശ്രീകൃഷ്ണൻ്റെ ഒരു ക്ഷേത്രമാണ് കേട്ടോ. നല്ലൊരു ഭംഗിയാണ്. അന്നൊരു വീടും കൂടാണ്. വീട് പോലാണ് ഈ ക്ഷേത്രം പണിഞ്ഞിരിക്കുന്നത്. അവിടെ വരച്ച ചിത്രങ്ങളൊക്കെയാണ് അവിടെ കാണാൻ കഴിയുന്നത്. പിന്നെ ബാക്ക്ഗ്രൗണ്ടായിട്ട് അവിടെ നല്ല പാട്ടൊക്കെ ഉണ്ടായത്. പക്ഷേ നമുക്ക് കേൾപ്പിക്കാൻ പറ്റത്തില്ല, കോപ്പിറൈറ്റ് വരും. അതുകൊണ്ടാണ് ഇപ്പം
ഞാൻ വോയിസ് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് ഇത് മാത്രമല്ല, ഇനി അങ്ങോട്ട് ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് കേട്ടോ. അത് അടുത്തടുത്ത എപ്പിസോഡിലായിരിക്കും വരുന്നത്. നല്ല നല്ല എത്ര പറഞ്ഞാലും തീരാത്ത ഒരുപാട് അനുഭവങ്ങൾ അവിടെ ചെന്നിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അനുഭവം മീൻസ് നല്ല നല്ല മെമ്മറീസിലാണ് കേട്ടോ, ഓർമ്മകൾ. കാരണം നമ്മൾ കേരളത്തിലുള്ള ആചാരമായിട്ടൊക്കെ ഒരുപാട് വ്യത്യസ്തമായ ആചാരങ്ങൾ അവിടെ വെച്ചെന്നാൽ കാണാൻ കഴിയും. അന്നേരം അതാണ് ഞാൻ അവിടെ കാണാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, ഇതാണ് മണിച്ചേട്ടൻ ബിനീഷായിട്ട് എന്തൊക്കെ പറയുന്നു, എന്തൊക്കെയാണ് അടുത്തോട്ട് നല്ല അറിയാൻ പറ്റും. ഓക്കെ, ഇതും അവിടുത്തെ ഒരു ചടങ്ങുകളാണ്. ചടങ്ങ് മീൻസ് കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും കളിക്കാൻ പറ്റുന്ന ഒരു ഗെയിമാണ്. നമ്മളത് പണ്ടല്ല ഇപ്പോഴും ഓണക്കാലങ്ങളിൽ നമ്മൾ ഈ ഗെയിം കളിക്കാറുണ്ട്. കസേര കളി എന്നാണ് പറയുന്നത്. അതുകൂടെ തന്നെ ഉറിയടി, ഇങ്ങനെ പല കളികളും നിങ്ങൾ അവിടെ കാണാൻ നമുക്ക് കഴിയും കേട്ടോ. രസകരമാണ്. കുറേ നേരം ഞാനും കണ്ടു നിന്നു. പക്ഷേ ബാക്ക്ഗ്രൗണ്ട് അവിടെ പാട്ട് വെക്കുന്നുണ്ട്. അത് നമുക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റാത്തതുകൊണ്ടാണ് ഈ വോയിസ് ഓവർ കൊടുക്കുന്നത് കേട്ടോ. കുട്ടികളൊക്കെ നല്ല ആഘോഷത്തോടെ, കുട്ടികളും മുതിർന്ന ആൾക്കാർ ഉൾപ്പെടെ അതിനകത്ത് നല്ല രീതിയിൽ പങ്കെടുക്കുകയും ചെയ്ത ഒരു ഗെയിമായിരുന്നു. നോക്കട്ടെ കൈ തമിഴ്നാട്ടിലെ ഇവിടൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് പുളിമരമാണ് കേട്ടോ. ഇവിടെ മൊത്തവും പുളിമരമാണ്. അന്നേരം അതിൽ നിന്ന് പുളി പറക്കിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ. ഞാൻ വീട്ടിൽ കൊണ്ടുപോയി ഞാൻ എല്ലാം ചെയ്യും. ഇതിനെന്നാ വിലയാന്നറിയാവോ ഈ പുളിക്ക്? മാറങ്ങോട്ട്. നമ്മളെ അമ്പലങ്ങളൊക്കെ പൊതുവെ കാണാത്തൊരു സാധനമാണ് പൊറോട്ടയാണ്. റായി പൊറോട്ട അല്ലേ? റായി പൊറോട്ട, ഓയിൽ പൊറോട്ട. ഓയിൽ പൊറോട്ട. ഓക്കെ, ഇത് രാവിലെ ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നപ്പം പൊറോട്ട ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങളിങ്ങനെ വിചാരിച്ചു അമ്പലത്തിൽ പൊറോട്ടയോ, പക്ഷെ ഇതായിരുന്നു കേട്ടോ സംഭവം. ഇത് സാധാ പൊറോട്ട ഉണ്ടാക്കിയിട്ട് എണ്ണ മുക്കിയിടും. സോയാബീനോ? എണ്ണ മുക്കി പൊളിച്ചെടുക്കും ഇല്ലേ? സോയാബീൻ. ഇത് നമ്മളെ സാധാ പൊറോട്ട ആയിരിക്കും. നമ്മൾ സാധാ പൊറോട്ടയാണ് അടിച്ചു ചെയ്യുന്നത്. ആ പൊറോട്ട ഈ എണ്ണയിലോട്ട് ഇട്ട് വറുത്തെടുക്കുന്നതുണ്ടോ? ആണ് പൊള്ളിച്ച് ഇങ്ങനെ വെച്ചേക്കുന്നുണ്ടോ? ആക്ച്വലി ഞങ്ങൾ ഇവിടെ വന്ന് അമ്പലത്തിൽ കുറച്ച് നേരം ഇരുന്ന്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അവിടെ ഉള്ള കളികളൊക്കെ തന്നെ, പക്ഷേ ഇവരതിനെ ഭയങ്കര സംഭവമായിട്ട് കാണുന്നുണ്ട്. നമ്മൾ അവിടെ കുറേ കാര്യങ്ങളൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട്, നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പം നമ്മളിവിടെ ഉറി അടിക്കുന്ന കാണാൻ വേണ്ടി പോവാണ്. നമ്മുടെ നാട്ടിലുള്ളത് പോലെ തന്നെ, പക്ഷേ ഇവർ ഉറി അടിക്കുമ്പോൾ ഇവരുടെ അടുത്ത് വെള്ളം ഒഴിക്കുന്ന പറഞ്ഞത്. അവിടെ വെള്ളം ഒഴിക്കുന്നുണ്ട്. നമുക്കതൊന്ന് കണ്ടു നോക്കാം. ദുർഗ അയ്യോ போ சிவா, உங்கள்ல போ.
പഠിച്ചേട്ടാ പോക്കാട് എല്ലാരും പ്രതികാരം വീട്ടുക. ഓ